നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ സ്തോത്രം കരയറ്റുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രോത്സാഹനം, പ്രാർത്ഥന, അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രയർ ലൈനിലേക്ക് അനേകർ വിളിക്കുകയും അങ്ങനെ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ടതായ അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യങ്ങളും അതിന് നിങ്ങൾ പറഞ്ഞ സാക്ഷികളും ഒക്കെ നല്ല ഓർമ്മകളായിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലും ഈ വചന ശുശ്രൂഷയിലും കർത്താവ് ചില സൗഖ്യങ്ങൾ, ചില വിടുതലുകൾ കർത്താവ് നൽകും. അതിൻ്റെ അകത്ത് രണ്ടു പക്ഷമില്ല. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. സ്വർഗീയ പിതാവേ, ഈ തിരുവചനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഏതാത്മാവിൽ എഴുതി അതേ ആത്മ വിവേചിപ്പാൻ കൃപയണം. കേൾക്കുന്ന തൻ്റെ ജനത്തെയും അനുഗ്രഹിക്കണം. ക്രൂശിന് മറവിൽ നസ്രയനായ യേശുവിനെ ഉയർത്തുവാൻ കൃപ ചെയ്യണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ ഈ മെസ്സേജ് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആശയം മറ്റൊന്നുമല്ല. നാം ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ സത്യസന്ധതയോടും നിർമ്മലതയോടും നല്ല മനസാക്ഷിയോടും കൂടെ നമ്മൾ ചെയ്താൽ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണത ഫലമായ ദൈവിക വിടുതൽ കർത്താവ് നൽകി തരുവാൻ ഇടയായിത്തീരും. അതായത് ഇവിടെ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി ആരാധിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അവർ ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുമെന്നോ അവിടെ ഒരു കാരാഗ്രഹ പ്രമാണി കുടുംബവും സ്നാനമേൽക്കുമെന്നോ അങ്ങനെ ഒരു വലിയ ദൈവ പ്രവൃത്തിയോ അങ്ങനെ അതൊന്നും മുമ്പിൽ ചിന്തിച്ചുകൊണ്ടല്ല, ഒരു മുൻവിധിയോടുകൂടെ അല്ല അവർ ദൈവത്തെ സ്തുതിച്ചത്. അവർ സാധാരണ നിലയിൽ ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ എപ്രകാരം തങ്ങൾ ചെയ്തു പോന്നോ അതുപോലെ അവർ ചെയ്തു. അവരത് ചെയ്തപ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവവും ചെയ്തു. ആമേൻ. നമ്മൾ ചെയ്യാനുള്ള കാര്യം വളരെ നിർമ്മലതയോടെ സത്യസന്ധതയോടെ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള വിടുതൽ കർത്താവ് ചെയ്യും. പ്രതികൂലം ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ നമ്മളാണെങ്കിൽ ആകുലപ്പെടും. കാരണം ഒരു പരസ്യ സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന 2 ദൈവദാസന്മാരാണ് പെട്ടെന്ന് പടയാളികൾ വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോയത്. ശരിക്കും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ നേരിട്ട് കാണും. അവർ ഉപദ്രവിച്ചു, സഹായിക്കാൻ ആരുമില്ല. തങ്ങൾക്ക് സംഭവിച്ചതായ ഈ ദാരുണമായ വിഷയം അവരുടെ ഭവനങ്ങളിൽ അറിയിക്കാൻ ഒരുപക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ നിലയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ടും ആ വേദനയും കഷ്ടതയും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. ഞാൻ എപ്പോഴും പറയുന്നൊരു പദപ്രയോഗമുണ്ട്, നിങ്ങളോട് ഞാൻ പറയാം. നമ്മളും പൗലോസും ശീലാസും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം, പൗലോസിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായിരുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ വേദനയുടെ അനേക കാര്യങ്ങൾ. പക്ഷെ താൻ എഴുതിയ വാക്യങ്ങളിലോ എഴുതിയ ലേഖനങ്ങളിലോ ഒന്നും
താൻ അനുഭവിച്ച വേദനയും താൻ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് താൻ ഒത്തിരി പ്രതിപാദിച്ചില്ല. താൻ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തെക്കുറിച്ച് താൻ എഴുതി. അതിൻ്റെ അർത്ഥം ആ കഷ്ടതയെല്ലാം താൻ കൃപയ്ക്കകത്ത് പൊതിഞ്ഞു. തന്നെ കണ്ടവർ ദൈവത്തിൻ്റെ കൃപ കണ്ടു, കഷ്ടത അവർ കണ്ടില്ല. തൻ്റെ വേദന അവർ കണ്ടില്ല. പൗലോസിനെ കണ്ടവർ ദൈവത്തിൻ്റെ കൃപ കണ്ടു. കാരണം കഷ്ടതയെല്ലാം കൃപയ്ക്കകത്ത് പൊതിഞ്ഞു. നമ്മുടെ പ്രത്യേകത, നമ്മൾ ഇച്ചിരി കൃപയുള്ളത് കഷ്ടതയ്ക്കകത്ത് പൊതിഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മളെ കാണുന്നവരാദ്യം കഷ്ടതയെ കാണത്തുള്ളൂ. ചെറിയ കഷ്ടതയാണേലും വലുതാക്കി ചിലർ പറയും. അതുകൊണ്ട് ആ വലിയ കഷ്ടതയാണ് ആൾക്കാർ കാണുന്നത്. പിന്നെ ഈ കഷ്ടതയുടെ പാക്കിങ് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ പൊതി ഇങ്ങനെ അഴിച്ചഴിച്ച് വരുമ്പം ഒരിച്ചിരി കൃപയുണ്ട്. ആമേൻ. നിൻ്റെ കഷ്ടത ദൈവകൃപയ്ക്കകത്ത് പൊതി. നിന്നെ കാണുന്നവർ, നിന്നെ മനസ്സിലാക്കുന്നവർ, ആമേൻ, കഷ്ടതയല്ല കാണേണ്ടത്, നിന്നിലുള്ള ദൈവകൃപ അവർ കാണട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ പരിധി. ഇവിടെ ഇങ്ങനെ ചിന്തിക്കുക. കാരണം റോമൻ ഗവൺമെൻറ് ഒരു കാരാഗ്രഹം ഉണ്ടാക്കിയിട്ട് ദൈവദാസന്മാരെ അതിൻ്റെ അകത്ത് പിടിച്ച് ബന്ധിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവം ഉണ്ടാകട്ടെ എന്ന തൻ്റെ ഉച്ചാരണത്താൽ ഉളവായി വന്ന ഈ ഭൂമിയിൽ ഒരു കാരാഗ്രഹം ഉണ്ടാക്കിയിട്ട് ഭൂമി ഉണ്ടാക്കി അവൻ്റെ ദാസന്മാരെ പിടിച്ച് അതിൻ്റെ അകത്ത് ബന്ധിച്ചിരിക്കുക. കാര്യം മനസ്സിലായോ? എൻ്റെ അപ്പൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥലത്ത് ഒരു കാരാഗ്രഹം പണിതിട്ട് അതിൻ്റെ അകത്ത് എന്നെ പിടിച്ച് ബന്ധിച്ചാൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ അപ്പനാണല്ലോ. ആമേൻ. അത് പൊളിക്കാനുള്ള അധികാരം അവനുണ്ട്. തൻ്റെ ഉടമസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ അകത്ത് എന്തുണ്ടെങ്കിലും പൊളിക്കാനുള്ള അധികാരം ഉടമസ്ഥനുള്ളതാ. എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ ദൈവം ഉളവാകട്ടെ എന്നുച്ചാരണത്താൽ അവൻ്റെ വായിലെ വാക്കിനാൽ ഉളവായി വന്ന ഭൂമിയിൽ, ആമേൻ, റോമൻ ഗവൺമെൻറ് പണിത കാരാഗ്രഹത്തിൻ്റെ അകത്ത് തൻ്റെ ദാസന്മാരെ ബന്ധിച്ചപ്പം അവരുടെ, ആമേൻ, ചങ്ങലയിലോ പൂട്ടയിലോ കൊളുത്തയിലോ താഴയിലോ ഒന്നും ദൈവം പിടിച്ചിളക്കിയില്ല. താനുണ്ടാക്കിയ ആ ഭൂമി ദൈവം ഒന്ന് കുലുക്കി. അന്നേരം ചങ്ങലയെല്ലാം വീണുപോയി. നിൻ്റെ ചങ്ങലയ്ക്ക് അത്രേ പവറുള്ളൂ. ഈ ലോകത്തിൽ ദൈവദാസന്മാരെ ബന്ധിക്കുന്ന ഏത് ചങ്ങലയ്ക്ക് അത്രേ പവറുള്ളൂ. കാരണം തമ്പുരാൻ അടിസ്ഥാനം വിളക്കുമ്പോൾ നിൻ്റെ ചങ്ങല വീഴും. ഏത് ചങ്ങല ബന്ധിച്ചാലും, എവിടെ നീ പൂട്ടിയാലും, എവിടെ കെട്ടിയാലും, എവിടെ സുവിശേഷത്തെ ബന്ധിച്ചാലും, എവിടെ ട്രാക്റ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും, ആമേൻ, ഇതിനെതിരായിട്ട് ഏത് നിയമം നീ കൊണ്ടുവന്നാലും, എൻ്റെ ദൈവം ഉണ്ടാക്കിയ ഭൂമിയിലാണ്, അതിൻ്റെ മുകളിലാണ് നിൻ്റെ നിയമമുള്ളത്. ആ ഭൂമിയുടെ മേൽ ദൈവത്തിനാണ് അധികാരം. തൻ്റെ അധികാരത്തിൽ, ഈ ലോകത്തിൽ ഏത് അധികാരം ഉണ്ടെങ്കിലും അവരെന്ത് തീരുമാനിച്ചാലും അതിൻ്റെ മേളിൽ ഒരു ഉന്നത അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ പോകത്തില്ല. ദൈവം വിചാരിക്കുന്ന പോലെ പോകും. ഇനി എന്തെങ്കിലും നമുക്ക് പ്രതികൂലം വന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ സന്തോഷം. ഹല്ലേലൂയ. വചനത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് മടക്കി വന്നേ. ആമേൻ. കാരണം 28-29 വാക്യങ്ങൾ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെല്ലാം കുലുങ്ങി ചങ്ങലയെല്ലാം വീണ് തടവുകാർ ഓടി രക്ഷപ്പെട്ടെന്നോർത്ത് ജയിൽ സൂപ്രണ്ട് വെപ്രാളപ്പെട്ടു പോയി. കാരണം ഈ കിടക്കുന്ന ഓരോ തടവുകാർക്കും അവന് ഉത്തരവാദിത്തം പറയണം. അവൻ വാളൂരി തന്നെ കൊല്ലാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. പറഞ്ഞ പൗലോസാ വിളിച്ച് പറഞ്ഞത്, നീ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, മനസ്സിൽ വെച്ചോണം. കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്നു കടന്നിട്ടും എന്താ
ആ ചങ്ങലകളെല്ലാം വീണ് ആ അഴികളെല്ലാം ഇളകിപ്പോയിട്ടും ഒരു തടവുകാർ, ഇപ്പം ഇവർ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ദൈവകൃപയുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം ചിലപ്പോൾ മോട്ടിച്ചവനും കൊലപാതകം ചെയ്തവനൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തെ കിടപ്പുണ്ട്. ഒരു തടവുകാർ പോലും ഓടിപ്പോയില്ല. എന്താ കാര്യം? ആമേൻ. കാരണം ഈ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയാ. ഇതിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവാ. ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നിടത്ത് മാനുഷിക ബുദ്ധി ചലിക്കത്തില്ല, വിചാരിച്ചാലും നടക്കത്തില്ല. ഇത്രവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഇതൊക്കെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ മക്കൾ കോളേജിൽ പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു, അല്ലേ? അവർ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നു, എല്ലാ വാതിലുകളും തുറന്നു കിടക്കുക. അവർക്ക് വേണമെങ്കിൽ തെറ്റുകളിൽ അകപ്പെടാം, പാപത്തിൻ്റെ അകത്ത് അകപ്പെടാം. പക്ഷെ നിന്റെ തലമുറ വാതിലുകളെല്ലാം മലർക്ക് തുറന്നു കിടന്നിട്ടും സ്വാതന്ത്ര്യമുണ്ടായിട്ടും അവർ തെറ്റ് ചെയ്യാത്തത്, അവർ ഓടിപ്പോകാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൻ്റെ അകത്ത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു ദൈവകൃപ നിന്റെ ഭവനത്തിൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഭവനത്തിന് വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട്, നിന്റെ ഭവനത്തെ വലയം ചെയ്തിരിക്കുന്നത് കൊണ്ട് പാപത്തിൽ അകപ്പെടാൻ, തെറ്റിൽ അകപ്പെടാൻ നിന്റെ തലമുറയെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിയന്ത്രണം പരിശുദ്ധാത്മാവാണ്. എത്ര പേർക്ക് ദൂതിൻ്റെ ആഴം ആമേൻ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഒരു വന്നിട്ട് ചോദിക്കുക, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ. അവനുദ്ദേശിച്ചത് നാളെ ജയിലിൻ്റെ മെയിൻ അധികാരി വരും, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ രക്ഷയാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ അവൻ്റെ ജീവിതത്തിലെ നിലനിൽപ്പിൻ്റെ രക്ഷ കാരാഗൃഹത്തിൻ്റെ പ്രമാണി ചോദിച്ചപ്പോൾ നിത്യജീവൻ്റെ രക്ഷയാണ് പറഞ്ഞു കൊടുത്തത്. കേട്ടോ, നിത്യജീവൻ്റെ രക്ഷയാണ് പൗലോസ് പറഞ്ഞു കൊടുത്തത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചത് ഭൗതിക രക്ഷ, പൗലോസ് പറഞ്ഞു കൊടുത്തത് ആത്മരക്ഷ. ഭൗതിക രക്ഷ ചോദിച്ചു വരുന്നവന് ഭൗതിക രക്ഷ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആത്മരക്ഷയും കൂടെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. ഹല്ലേലൂയ. ആ 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാണെന്നറിയാവോ? ഇവർ ജയിലിലേക്ക് പ്രവേശിച്ചപ്പോൾ അടിച്ച് മുറിവേൽപ്പിച്ചായിരുന്നവർ, മുറിവേൽപ്പിച്ചവർ തന്നെ മുറിവ് കെട്ടി. ഞാനൊരു നല്ല ദൂത് പറയാം. നിൻ്റെ മനസ്സിൻ്റെ മുറിവ് ഉണങ്ങുന്നൊരു ദൂത്. ആഴത്തിൽ നിന്നെ മുറിവേൽപ്പിച്ച ചിലരുണ്ട്. ആമേൻ. ഈ ലോകത്തിലെ ഏതെങ്കിലും മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിയാൽ മരുന്ന് വെക്കുമ്പോൾ കരയും. പക്ഷേ പലരും വെട്ടിയത് വാക്കുകൊണ്ടാണ്, അവരുടെ പ്രവൃത്തി കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ച് കളഞ്ഞു. ആമേൻ. ഈ ലോകത്തിലെ മരുന്നിന് കരിക്കാൻ പറ്റത്തില്ല, പക്ഷേ ആര് നിന്നെ മുറിച്ചു, ആ മുറിച്ചവരെ കൊണ്ട് നിൻ്റെ മുറിവ് കെട്ടിക്കുന്നൊരു പരിപാടി തമ്പുരാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് അങ്ങനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് അങ്ങനൊരു പദ്ധതിയുണ്ട്. മുറിയപ്പെട്ടവരാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, തകരപ്പെട്ടവരാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. ഹൃദയം മുറിഞ്ഞ പോലെയുള്ള വാക്കുകൾ നിമിത്തം വേദനപ്പെട്ടിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് എന്നോട് പറയുന്നു, നിന്നെ മുറിച്ചവർ നിൻ്റെ മുറിവ് കെട്ടും. ആമേൻ. അതിൻ്റെ 34-ാമത്തെ വാക്യം. ആരംഭത്തിൽ ഭയങ്കര ആമേൻ ചീത്തകളും ഭയങ്കര വെല്ലുവിളികളും ഭയങ്കര മുറവിളികളൊക്കെ ആയിരുന്നു അവിടെ നടന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, അവർ ദൈവകൽപ്പന അനുസരിച്ചു. ആ വീടടക്കം അവർ ആമേൻ ആനന്ദിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഏത് കഷ്ടത ദൈവദാസന്മാർക്ക് വന്നാലും ആ കഷ്ടതയിൽ കടന്ന് നിങ്ങൾ നിലവിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കഷ്ടതയുടെ പിന്നിൽ തമ്പുരാൻ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നിൻ്റെ ശുശ്രൂഷയിലാണെങ്കിലും ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയാം. കഷ്ടതകളുണ്ടാകും, വേദനകൾ വരും. പക്ഷേ എല്ലാ കഷ്ടതയുടെ പിന്നിലും ആമേൻ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവമനുഷ്യർക്ക് കഷ്ടത വന്നാൽ അവൻ കർത്താവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, കർത്താവേ എനിക്കെന്തായി കഷ്ടത വരാൻ കാര്യം? അപ്പോൾ ദൈവം വചനം തരും. കുഞ്ഞെ ഇന്നതാ നിൻ്റെ വിഷയം, നീ കുറച്ചുകൂടെ ഒന്ന് ക്രമീകരണം പ്രാപിക്കാനോ, നിന്നെ ഒന്ന് ഞാനൊന്ന് ക്രമീകരിച്ചിട്ട് അതിനായി കഷ്ടത. ലോക മനുഷ്യൻ കഷ്ടത വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ദൈവഹിതം എന്താണെന്ന് അറിയാതെ കഷ്ടതയിൽ അവൻ ഉരുകിപ്പോകുന്നു, കഷ്ടതയിൽ അവൻ നശിച്ചു പോകുന്നു. അങ്ങനെ നീ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാമിൻ്റെ വീട്ടിൽ
ദൈവം ദൂതന്മാരോട് ചേർന്ന് വന്നു. ആമേൻ. ആ കടന്നു വന്ന ദൂതന്മാരെ, ദൈവത്തെ അബ്രഹാം ബഹുമാനിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു 18:2 എങ്ങനെ ബഹുമാനിക്കണം, ദൈവദാസന്മാരെ എങ്ങനെ ബഹുമാനിക്കണം. ആമേൻ. നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. ആമേൻ. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മുറ്റത്തായിരുത്തിയത്. ഞാനിങ്ങനെ പറയും, വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാറ ആ വീട്ടിലുണ്ടായിരുന്നുള്ളതിന് തെളിവാണ് മരച്ചുവട്ടിൽ ദൈവത്തെ വരെ ഇരുത്താം. ആമേൻ. അടുത്തത് പറഞ്ഞത് ഒരു മുറി അട കൊണ്ടുവരാമെന്ന. പക്ഷേ 3 അട കഴിഞ്ഞ് മാവെടുത്തു, കാളക്കുട്ടി എടുത്തു, വെണ്ണ എടുത്തു, പാലെടുത്തു, ഭയങ്കര സദ്യ ഒരുക്കി. എല്ലാ കാര്യം, എല്ലാ ശുശ്രൂഷകളും നിറപടിയായിട്ട് ചെയ്യേണ്ടതെല്ലാം അതിൻ്റെ ക്രമീകരണങ്ങളിൽ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് അവരെ ശുശ്രൂഷിച്ച ആ മേശയ്ക്കരികിൽ നിന്നു. എല്ലാം ഭക്ഷിച്ച് തൃപ്തരായ ശേഷം ഒരു സാറായി അന്വേഷിച്ചു. എന്തിനാണെന്നറിയാമോ? ആമേൻ. 18:10 ഒരു വാഗ്ദാനം അവൾക്ക് കൊടുത്തു. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ, ആമേൻ, നിന്റെ മാർവിടത്തിൽ ഒരു കുഞ്ഞിനെ നീ അണച്ചോളൂ. ഞാൻ ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്ക് ആമേൻ ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. എന്താണെന്നറിയാമോ? അബ്രഹാം വീട്ടിൽ വന്ന ദൈവത്തെ സൽക്കരിച്ചത് പോകാൻ നേരം ഇങ്ങനെ ഒരു വാഗ്ദത്തം കിട്ടുമെന്നോർത്തല്ല. അബ്രഹാം ചെയ്തു വരാറുള്ളതുപോലെ ചെയ്തു. നേരത്തെ കേട്ടതുപോലെ പൗലോസ് ദൈവവനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചില്ലേലും അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാ. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് ആ വിടുതലിൻ്റെ അകത്ത് അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ദൈവം ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ വക ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വേണം എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിനെ ദൈവം ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവത്തെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിക്കാൻ അവനറിയാം. പക്ഷേ ബഹുമാനിക്കേണ്ടവന് കൊടുക്കേണ്ട മാന്യത ദൈവം കൊടുക്കും. വില കൊടുക്കുന്നവനെ വില മതിക്കുന്നവനാണ് ദൈവം. നീ ദൈവത്തിന് വില കൊടുത്താൽ ദൈവം നിന്നെ വില മതിക്കുന്നവനാണ്. ആമേൻ. അവർ വാഗ്ദത്തം പ്രാപിപ്പാനായിട്ടിടയായി. ദീർഘിപ്പിക്കുന്നില്ല. ആമേൻ. ആമേൻ. ഒരു വചനം കൂടെ പറയാം. അതായത് എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. അതായത് തനിക്ക് ഏതെങ്കിലും പദവി ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല 2 ഷണ്ഡന്മാർ അഹശ്വേരോശ് രാജാവിനെ കൊല്ലാൻ തീരുമാനമെടുത്ത കാര്യം പടിവാതിക്കലിരുന്ന മൊർദെഖായി രാജാവിനെ ധരിപ്പിച്ചത്. ആമേൻ. അന്നൊന്നും രാജാവിന് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ, ജോലിക്കാരൻ കൊട്ടാരത്തിൽ വന്നു. അവൻ്റെ പേര് ഹാമാൻ. എല്ലാവരും അവനെ നിലം വരെ വീണ് നമസ്കരിച്ചപ്പോൾ മൊർദെഖായി അവനെ നമസ്കരിച്ചില്ല. കാരണം യഹൂദന് ഒരു പ്രത്യേകത ഉണ്ട്. അവൻ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമേ കുനിഞ്ഞ് നമസ്കരിക്കത്തുള്ളൂ. മനുഷ്യനെ അവൻ നമസ്കരിക്കത്തില്ല. അന്ന് ഹാമാൻ മനസ്സിൽ കുറിച്ചിട്ടു, ഇവൻ ഏത് വംശക്കാരനാണോ, മൊർദെഖായിയെ മാത്രമല്ല, അവൻ ഏത് വംശമാണോ ആ വംശത്തെ മുഴുവൻ, ആ ജാതിയെ മുഴുവൻ തകർത്ത് കളയും. എന്നാൽ ഹാമാനെ, നിന്നെ കൊട്ടാരത്തിൽ ജോലിക്കെടുക്കുന്നതിന് മുമ്പേ നീ ഇതുപോലൊരു പണി അതിൻ്റെ അകത്ത് ഇണക്കും. നീ ഈ ദൈവജനത്തെ തകർക്കുമെന്ന് അറിയാവുന്ന ദൈവം, ആമേൻ, അങ്ങനെ നീ ഇവർക്കെതിരായിട്ട് രാജാവിൻ്റെ മുദ്രാമോതിരം കൊണ്ട് കർക്കശനായ അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് 127 സംസ്ഥാനങ്ങളിൽ ആമേൻ രേഖ എഴുതി അയക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് രാജാവിൻ്റെ ഹൃദയം ചലിപ്പിക്കാൻ കഴിവുള്ളവനെ നിന്നെ ജോലിക്കെടുക്കുന്നതിന് മുമ്പേ കൊട്ടാരത്തിൽ എടുത്തു വെച്ചൊരു സ്വർഗം ഉയരത്തിലുണ്ട്. ദൂതൻ്റെ ആഴം തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. നിൻ്റെ വീട്ടിൻ്റെ അകത്തൊരു വിടുതൽ ആരംഭിക്കുകയാണ്. നിൻ്റെ ശത്രു എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും ദൈവത്തിൻ്റെ പൈതലെ, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന നിന്നെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതായത്
127 സംസ്ഥാനങ്ങളുടെ അധികാരിയും കർക്കശബുദ്ധിയുള്ള അഹശ്വേരോശ് രാജാവ്, വക്രബുദ്ധിക്കാരനായ ഹാമാൻ, 1 2 അല്ല 50 അടി ഉയരമുള്ള കഴുകുമരം. ഇത് മുഴുവനും പ്രതികൂലത്തിൻ്റെ ഘടകങ്ങളാണ്. ഇത് മുഴുവൻ പ്രതികൂലത്തിൻ്റെ ഘടകങ്ങളാണ്. പക്ഷേ ഒറ്റക്കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന എസ്തേറേ, ഉപവസിക്കുന്ന മൊർദെഖായിയെ, നിങ്ങൾ ചെയ്യാനുള്ളത് ദൈവത്തിന് വേണ്ടി നീ ചെയ്താൽ നിനക്ക് വേണ്ടി സ്വർഗം ചിലത് ചെയ്യും. നിനക്ക് വേണ്ടി സ്വർഗം ചിലത് ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ഈ മെസ്സേജ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കുവാനിടയിൽ. 1, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൻ്റെ അകത്തെ ചങ്ങലകൾ കിലുക്കി പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി. ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ, ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവിക വിടുതലും നന്മയും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പകരും. നിന്നെ മുറിച്ചവർ, ഇത് ചില പ്രിയപ്പെട്ടവരോടുള്ള ദൈവിക ദൂത. നിന്നെ മുറിച്ചവർ, ആഴത്തിൽ നിൻ്റെ ജീവിതത്തിൽ മുറിവുണ്ടാക്കിയവർ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. അവർ നിൻ്റെ ജീവിതത്തിൻ്റെ മുറിവ് കെട്ടും. അബ്രഹാമിൻ്റെ അനുഭവം നമ്മൾ കേട്ടുകഴിഞ്ഞു. ദൈവദൂതന്മാർ വന്നപ്പോൾ സൽക്കരിച്ചു, ഒരു കുറവും വരുത്തിയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുക്കണം. ചില ആൾക്കാർ ഭയങ്കര സ്തുതിയും ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ, പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കത്തില്ല. വില കൊടുക്കുന്നവനെ വില മതിക്കും ദൈവം. ദൈവത്തിനൊന്ന് വില കൊടുത്തു നോക്ക്. വാഗ്ദത്തങ്ങൾ നിൻ്റെ മടിയിൽ എഴുന്നേറ്റ് വരും. നടക്കത്തില്ലെന്ന് ഉട്ടപ്പിശാച് നിൻ്റെ ചെവിയിൽ മന്ത്രിച്ച ചിലത് നിൻ്റെ മടിയിൽ എഴുന്നേറ്റ് വരാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി, വിടുതലയിച്ചു തുടങ്ങി. ഒരു ഭാഗത്ത് ശത്രു നിനക്ക് വേണ്ടി കഴുകുമരം ഒരുക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, ഒരു ഭാഗത്ത് ഒരുപക്ഷെ നിൻ്റെ പേര് പറഞ്ഞ്, നാള് പറഞ്ഞ്, വയസ്സ് പറഞ്ഞ് ഒക്കെ ആഭിചാരത്തിൻ്റെ പ്രവൃത്തികൾ, മന്ത്രവാദത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പിശാച് നിനക്ക് വേണ്ടി ഒരുക്കും. ഇല്ല, ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണ്, ദൈവസന്നിധിയിൽ മുഴങ്കാൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ്, കണ്ണീരൊഴുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ലോകം മുഴുവൻ നിനക്കെതിരെ ഇളകി വന്നാലും ഹല്ലേലൂയ, ഉറച്ചൊരു പാറ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. സ്വർഗം നിന്നെ മാനിക്കാൻ പോവുകയാണ്. സ്വർഗം നിന്നെ മാനിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ മക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തകർക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. രോഗങ്ങൾ നിമിത്തം ചികിത്സിക്കുവാൻ സാധിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സാമ്പത്തികമായ കടത്തിൻ്റെ പ്രയാസങ്ങളുള്ളവർ, ജപ്തി നടപടികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ, കർത്താവെ, കുടുംബത്തിൽ പലവിധമായ തകർച്ചകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ വിള്ളലുകൾ സംഭവിച്ച മക്കളുമായുള്ള കർത്താവെ, ജീവിതത്തിൻ്റെ വിള്ളലുകൾ സംഭവിച്ച കർത്താവെ, അവകാശങ്ങൾ നഷ്ടപ്പെട്ട കർത്താവ്, വസ്തുവകകളുടെ മേൽ ശത്രുവിൻ്റെ അപഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു തരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഭവനത്തിൻ്റെ പണികൾ ആരംഭിച്ചു, പക്ഷേ അത് എങ്ങും എത്തിക്കാൻ കഴിയാത്തതുപോലെയുള്ള ബന്ധപ്പാടുകൾ, പല കല്യാണ ആലോചനകൾ മക്കൾക്ക് വന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആകാത്ത എത്രയോ കുടുംബങ്ങൾ, എത്രയോ ജീവിതങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ പല പല മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്നവർ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് കർത്താവെ ഒരു അംഗീകാരം ലഭിക്കാതെ ഹൃദയത്തിൽ ഭാരം അനുഭവിക്കുന്ന ജീവിതങ്ങൾ, വിവിധമായ തുറകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കെട്ടുകളൊക്കെ അഴിഞ്ഞു മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ബന്ധനങ്ങൾ ഉടഞ്ഞു മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു ദൈവിക വിടുതൽ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയും യാതനയും കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ.
ശാന്തമായ ദൈവവചനം കേട്ട നിങ്ങളെല്ലാവരും സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രയർ ലൈനിൽ നിങ്ങളിപ്പോൾ തന്നെ വിളിക്കണം. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ പ്രാർത്ഥനയ്ക്കായി വിളിച്ച അനേക പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിന് അനേക പ്രശ്നങ്ങൾ, ആമേൻ, തകർന്ന കുടുംബജീവിതങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി, മാരക രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കി, സാമ്പത്തിക പ്രതിസന്ധികളിൽ ദൈവത്താൽ പരിഹാരം ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നിരവധി അനവധിയായ ആമേൻ സ്തോത്രം വിടുതലുകൾ കർത്താവ് അയച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രയർ ലൈനിലേക്ക് നിങ്ങൾ വിളിക്കുക. അതുപോലെ നെടുമങ്ങാടിനും പേരൂർക്കടയിലും ഇടയ്ക്ക് കരകുളം കൂട്ടപ്പാറയിൽ ഡിവൈൻ സെൻ്റർ, അവിടെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ ആരാധനയും ദൈവിക വിടുതൽ ശുശ്രൂഷയും. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരാം. ആമേൻ. വലിയ ദൈവപ്രവൃത്തി, വലിയ വിടുതലുകൾ, നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അത് കർത്താവ് മുഖാന്തരമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അങ്ങനെ അപ്രകാരം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏത് പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ വിളിച്ചറിയിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മിനിസ്ട്രി ഓർത്തും ആമേൻ ഈ ചാനലിനെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.